എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അപ്പോഴും നിങ്ങളുടെ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും 5000 പേര് ടെസ്റ്റ് എഴുതി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി വരണ കണ്ടില്ലേ? 8 പേരല്ലേ കരൾ രോഗം പിടിച്ച് ലൂർദ് ആശുപത്രിയിൽ കിടക്കുന്നത്, ജോസഫ് ചേട്ടൻ മാത്രം എന്താ സുഖപ്പെട്ടിരിക്കണത്? അങ്ങ് ഞങ്ങളോട് യാത്ര ചെയ്താൽ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. പുറപ്പാട് 33:17. കൈ അടിച്ച് കർത്താവ് പുറപ്പാട് 33:13 പറഞ്ഞേ. പുറപ്പാട് 33:17 അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്താൽ ഞങ്ങൾ എല്ലാ ജനങ്ങളെക്കാളും വ്യത്യസ്തരായിരിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വചനം ഓർക്കണം. നിങ്ങൾ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും അമ്മയോട് ഞാൻ ചോദിച്ചത്, ഞാനൊരു കൽപ്പണിക്കാരനാണ്, എനിക്ക് പണി എപ്പോഴും കിട്ടണമെന്ന് ചോദിച്ചുള്ളൂ. അമ്മ എന്നെ കോൺട്രാക്ടറാക്കി മാറ്റിയെന്ന്. അപ്പോൾ സാക്ഷ്യം കണ്ടില്ലേ? 16 ലക്ഷത്തിൻ്റെ കോൺട്രാക്ടർ പണി കിട്ടി, എനിക്ക് കുറേ ലാഭവും കിട്ടിയെന്ന്. ഞാനൊരു കൽപ്പണിക്കാരനായിരുന്നു. ഇപ്പോൾ ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ എന്നെ കോൺട്രാക്ടറാക്കി മാറ്റി. അതാണ് ഈ വചനം 33:17. അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്താൽ എല്ലാ കൽപ്പണിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാൻ കോൺട്രാക്ടറായിട്ട് അമ്മേനെ ഉയർത്തിയെന്ന് കൈയടിച്ചു. കർത്താവായ ദൈവമേ, ഉടമ്പടിയില് ഇതുപോലെ നിരവധിയായ ആഗ്രഹങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവായ ദൈവമേ, പുറപ്പാടിന്റെ പുസ്തകം 33:17 അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്താൽ ഞങ്ങൾ എല്ലാവരെക്കാളും വ്യത്യസ്തരാകും. അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ ദൈവമക്കളാകും. ഹല്ലേലൂയ. ആമേൻ. അവൻ ദയയോ ഇമ്പമുള്ളത്, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ ഇമ്പമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ. ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലം എന്റെ യേശുവിനെ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലം എന്റെ യേശുവിനെ. ദൈവം എന്തുകൊണ്ട് നമ്മുടെ കൂടെ വരുന്നു, എന്തുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ വരണം എന്ന് മോശയ്ക്ക് പരിശുദ്ധാത്മാവ് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് വരേണ്ടത്? ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. പ്രൈസ് ദി ലോർഡ്. സ്വന്തമാണെങ്കിലേ ദൈവം കൂടെ വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഈ ജനത അങ്ങയുടെ സ്വന്തമാണെന്ന് അങ്ങ് ഓർപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്വന്തം ജനതയാണ്. ഉടമ്പടി എടുക്കണത് എന്തിനാ? നമ്മളും ദൈവമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനാ. സ്വന്തം ദൈവം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും. ഇപ്പോൾ പുറപ്പാട് 33:13 കൂടെ ഉള്ളതാണ്. റോമ 1:6 യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും. പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുത്ത് ദൈവത്തെ നിബന്ധന പാലിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിതം ക്രമീകരിക്കുമ്പോൾ നമ്മൾ ആരായി മാറുന്നു? ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. സ്വന്തപ്പെട്ടവരുടെ കൂടെ ദൈവം സഞ്ചരിക്കും. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. സ്വന്തപ്പെട്ടവരുടെ കൂടെ ദൈവം സഞ്ചരിക്കും. അത്രേ ഉടമ്പടി സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമാകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ നമ്മൾ
കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം കൊടുത്ത നോട്ട് എന്താ? ഞാൻ കൂടെ വരാം, നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചാണ് ഞാൻ കൂടെ വരണത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്വന്തമാണ്, പക്ഷെ നിങ്ങൾ സ്വന്തം ദൈവങ്ങളെ ഉണ്ടാക്കരുത്. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. സ്വന്തം ദൈവങ്ങൾ ഉണ്ടാകുവേ. ചില കാര്യങ്ങൾ, ഇപ്പോൾ ചില ആവശ്യങ്ങൾ പോലും സ്വന്തം ദൈവമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു അഫെയറിൽ ഇടപെട്ടിരിക്കുകയാണ്, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുകയും നിൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണത്. അത് എത്ര പൊന്നു കായ്ക്കണ മരമായാലും സ്വന്തം ദൈവമാണത് നിൻ്റെ. അവിടെയാണ് വിഷയം വരണത്. ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ദൈവത്തിന് തോന്നണം, അല്ല നീ സ്വന്തം ദൈവം വേറെ ഉണ്ടാക്കരുത്. ചില ആൾക്കാരൊക്കെ പറയുമേ, എൻ്റെ അച്ഛൻ ഞാൻ ജീവിക്കണത് തന്നെ ആ 5 സെൻറ്റ് സ്ഥലം മേടിക്കാനാണെന്ന്. എന്താ കാര്യം? വീടിൻ്റെ വാതിക്കലേ പശുവിനെ കെട്ടിയപ്പോഴേ പശു തൈ കടിച്ച്, അപ്പോൾ വീടിൻ്റെ ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്ന് ഇവരെ തന്തക്ക് വിളിച്ച്, ഇവർക്ക് ഷെയ്വായിപ്പോയി. ഇവർ വിചാരിക്കണമെന്ന് കിഡ്നി വിറ്റാലും ശരി ആ 5 സെൻറ്റ് സ്ഥലം കണ്ടവൻ്റെ പുരയിടം വീടിൻ്റെ വാതിക്കെന്ന് വാങ്ങിച്ചിട്ട് കാര്യം. ഇവർക്ക് പിന്നെ ഊണില്ല, ഉറക്കമില്ല, ലക്ഷ്യം ഉണ്ടാക്കി ഇവർ, സ്വന്തം ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി ഇവരെന്തും ചെയ്യും. ചില ആൾക്കാരൊക്കെ കടകച്ചവടങ്ങളൊക്കെ നടത്തുന്നില്ലേ, അവർ പള്ളിയിൽ പോലും പോകത്തില്ലല്ല, അപ്പോൾ സ്വന്തം ദൈവമായ കട. ചില കച്ചവടങ്ങളൊക്കെ നടത്തത്തില്ലേ, എന്നിട്ട് ഞായറാഴ്ച കുർബാന വരെ അവർ കട്ട് ചെയ്യണില്ലേ, അപ്പോൾ കട ദൈവമായി, സ്വന്തം ദൈവം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നാലും സ്വന്തം ദൈവമാവും. ദൈവത്തിൻ്റെ സ്വന്തവും സ്വന്തം ദൈവവും 2 വിഷയമാണ്. സ്വന്തം ദൈവം ഉണ്ടാകുന്ന നോക്കണം. രക്ഷപ്പെടാനുള്ള മാർഗം സ്വന്തം ദൈവം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നോക്കണം. അതാണ് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളോ വസ്തുക്കളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിൻ്റെ സ്വന്തം ദൈവമാകും. പിന്നെ ദൈവത്തിന് നിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റാണ്ട് വരും. അത് ഉടമ്പടിക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. സ്വന്തം ദൈവം ഉണ്ടോ എന്ന് നോക്കണം. ദൈവത്തിൻ്റെ സ്വന്തം വേറെ. ഉടമ്പടിക്ക് എന്താ വേണ്ടത്? ദൈവത്തിൻ്റെ സ്വന്തമാകാനാണ് വേണ്ടത്, അല്ല സ്വന്തം ദൈവത്തിനോട് ഗുഡ് ബൈ പറയണം. സ്തുതിയുടെ ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ജനമായി ജീവിക്കാൻ, സ്വന്തം ജനമായിട്ട് ജീവിക്കാൻ കർത്താവേ ശക്തി ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ സ്വന്തമാകുവാൻ ഉള്ളിലെന്നുറച്ചു ഞാനിതാ നൽകിടുന്ന തൃക്കരങ്ങളിൽ എന്നിലെ സമസ്തവും മുതാ. കൈകൾ ഉയർത്തിയടിക്കാം. യേശുവിൻ്റെ സ്വന്തമാകുവാൻ ഉള്ളിലെന്നുറച്ചു ഞാനിതാ നൽകിടുന്നു തൃക്കരങ്ങളിൽ എന്നിലെ സമസ്തവും മുതാ. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ സന്ദേശപത്രം. അതിലുള്ളത് എന്താ? കർത്താവിൻ്റെ 1 മാസത്തെ മുഴുവൻ പ്രവർത്തികളാണ് അതിൻ്റെ അകത്തുള്ളത്. അതാണ് സാക്ഷ്യങ്ങളല്ല. പിന്നെന്താ? കർത്താവ് 1 മാസം മുഴുവൻ തന്ന വചനങ്ങൾ. കൃപാസനം പത്രത്തിന് ഇത്രയും സാക്ഷ്യം വരാൻ കാര്യം എന്താ? ഇത്രയും അത്ഭുത സിദ്ധികൾ വരാൻ കാര്യം എന്താ? അതിൽ വേറെ ഒന്നുമില്ല. കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ പ്രവൃത്തിയുമേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആധ്യാത്മികമായ ആകർഷണം തോന്നി അവർ ദൈവത്തെ അന്വേഷിച്ചു വരും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്മെറി സജി. ഞാൻ കോട്ടയം ജില്ലയിലെ പാലാ രൂപതയിലെ പയ്യാനിത്തോട്ടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് എൻ്റെ അപ്പ വഴിയാണ്. എൻ്റെ അപ്പ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയാണ്.
ഞാനപ്പം +1 +2 പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അപ്പായുടെ ഒപ്പം ഞങ്ങൾ രാവിലെയും വൈകുന്നേരം എല്ലാം പ്രാർത്ഥനകൾ ചെല്ലാനെല്ലാം കൂടുമായിരുന്നു. എനിക്ക് +1 +2 ഞാൻ സയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എക്സാമിന് പോകുന്നതിന് മുന്നേ എനിക്ക് അപ്പ തൈലം വെച്ച് നെറ്റി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചായിരുന്നു എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം +1 +2 ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നല്ല മാർക്കോട് തന്നെ ഞാൻ പാസ്സായി. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അടുത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി പഠിക്കാൻ ചേർന്നു. A1 എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. 8 തൊട്ട് എനിക്ക് ഇച്ചിരി ടഫാവാൻ തുടങ്ങി. അങ്ങനെ B1 ഞാൻ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പഠിക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ B1 ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം പാസ്സായാൽ നമുക്ക് B2 പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് എക്സാം ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പഠിക്കാനും ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ മാതാവേ, എനിക്ക് ഈ B1 ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം എനിക്ക് പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അങ്ങനെ B1 ഗോയിത്തിൽ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ B1 ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. ഞാൻ അങ്ങനെ 2023 ഒക്ടോബർ 8 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ B1 ഗോയിത്തിലെ എക്സാം അറ്റൻഡ് ചെയ്തു. അതിലെനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ ഞാൻ പാസ്സായി. അങ്ങനെ B2 ഞാൻ പഠിക്കാൻ കയറി. അതെനിക്ക് ഡിസംബർ അവസാനമായപ്പോൾ എൻ്റെ B2 ക്ലാസ് തീർന്നു. എനിക്ക് ഉടനെ തന്നെ എക്സാമിന് ഡേറ്റ് കിട്ടുകയും ചെയ്തു. ജനുവരിയിൽ എനിക്ക് 4 മൊഡ്യൂളും B2 4 മൊഡ്യൂളും എനിക്ക് ഗോയിത്തിൽ എക്സാമിന് ഡേറ്റ് കിട്ടി. അതിന് മുന്നേ ഞാൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും എല്ലാം പഠിച്ച് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ പഠിച്ച ടോപ്പിക്ക് തന്നെ എനിക്ക് വന്നത്. റീഡിങ്ങും ലിസണിങ്ങും ഇച്ചിരി ടഫായിരുന്നു. സ്പീക്കിങ് റൈറ്റിങ് ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. അതിൻ്റെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്ത്. അതിൻ്റെ റിസൾട്ട് വരാൻ 1.5 മാസം എടുക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇനിയിപ്പം ഡേറ്റ് വേണമെങ്കിൽ നോക്കാമെന്നുള്ള രീതിയിലിരുന്നു. പാസ്സാവുന്നത് തന്നെയായിരുന്നു എനിക്ക് വിശ്വാസം. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും റീഡിങ്ങും ഞാൻ ഫെയിലായി. ലിസണിങ് ഞാൻ പാസ്സായി. സ്പീക്കിങ്ങും റൈറ്റിങ്ങും 3-4 മാർക്കിനാണ് ഞാൻ ഫെയിലായത്. എനിക്ക് ഭയങ്കര സങ്കടം. എന്നാലും ഞാൻ വീണ്ടും കൂടുതലായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തികളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഡേറ്റ് നോക്കി. മാർച്ചിലത്തേക്ക് ഞാൻ ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മാർച്ചിലിപ്പോൾ ഡേറ്റ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ അക്കരെയുള്ള വീട്ടിലൊരു ചേച്ചി, അടുത്തുള്ള വീട്ടിലൊരു ചേച്ചിയോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മ അത് കേട്ടു. ഞങ്ങളോട് പറഞ്ഞില്ല, പക്ഷെ ഞങ്ങളും അങ്ങനെ പൊതിച്ചോറ് പ്രിപ്പയർ ചെയ്ത് ആ ചേച്ചിയുടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു കോള് വന്നു, ഇങ്ങനെ എക്സാമിന് ഡേറ്റ് ഉണ്ട്, മാർച്ച് ലാസ്റ്റാണ്. ഞാൻ ആഗ്രഹിച്ച മൊഡ്യൂളിൽ എനിക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി, ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഞാൻ ആ എക്സാമിന് പാസ്സായി. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അച്ഛൻ പറഞ്ഞായിരുന്നു 2 മൊഡ്യൂൾ കിട്ടുവാണെങ്കിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 2 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ 4 മൊഡ്യൂളായിട്ട് വാ, എന്നിട്ട് നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഇങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം എൻ്റെ ചേച്ചിയും +2 കഴിഞ്ഞ് ജർമ്മൻ പഠിച്ച് ജർമ്മനിക്ക് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു, നീ ഒന്ന് ഹോസ്പിറ്റലിൽ ചോദിച്ച് നോക്ക്, അവൾക്കും കൂടെ ഒന്ന് ഇങ്ങനെ FSJക്കായിരുന്നു പോകാൻ എനിക്ക് താല്പര്യം. അപ്പോൾ ആ കോഴ്സിന് അവിടെ പറ്റുമെന്നൊന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പം ചേച്ചിക്കത് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി. കാരണം ജർമ്മൻസിനോട് ഡയറക്റ്റ് ചോദിക്കാമെന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ദിവസം ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ അവരുടെ ഹോസ്പിറ്റലിലെ ചീഫിനെ കാണാൻ ചെന്നപ്പം
ആ ചീഫ് ഇങ്ങനെ അവർ ക്യാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആ ചീഫ് ഇവരോട് ഇങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്, എൻ്റെ അനിയത്തി ജർമ്മൻ പഠിക്കുവാണ്, അവൾക്ക് 2 മൊഡ്യൂൾ കിട്ടി, ഇപ്പോൾ എക്സാമിന് ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു, 2 മൊഡ്യൂളുണ്ടെങ്കിൽ നീ അവളോട് CV അയക്കാൻ പറ, നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ CV അയച്ചു. അങ്ങനെ ഞാൻ CV അയച്ചിട്ട് അവരെനിക്ക് റിപ്ലൈ തന്നു. ഞങ്ങളിതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു മെയിൽ അയക്കാം എന്നുള്ള രീതിയിൽ അവർ എനിക്ക് റിപ്ലൈ തന്നു. അങ്ങനെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 2024 ഒക്ടോബർ 26 ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. ഒത്തിരി കൊന്ത ചൊല്ലി. എനിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ജർമ്മൻ പഠിച്ച് പാസ്സാന്ന് പറയുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒക്ടോബർ 29 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒക്ടോബർ 28 ഞാൻ രാവിലെ പള്ളിയിൽ പോയപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാനിങ്ങനെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, മാതാവ് ഇങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. മാതാവ് എനിക്കും എന്തേലും ഒരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ മതി എന്നുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചോദിച്ചതായിരുന്നു. അങ്ങനെ അന്ന് 28 നൈറ്റായപ്പം എനിക്ക് ജർമ്മൻസ് ഒരു മെയിൽ അയച്ചു. ഇങ്ങനെ 31 നിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ചെക്ക് ചെയ്തു, ഞങ്ങൾക്ക് നീയായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ 31 ഞാൻ ഇൻ്റർവ്യൂ വെക്കാം, നീ റെഡിയാണോ എന്ന് ചോദിച്ചാൽ അവരെനിക്ക് മെയിൽ അയച്ചു. അങ്ങനെ ഞാൻ റെഡിയാണെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ 31 ഇൻ്റർവ്യൂവിന് ഒരുങ്ങി. പഠിച്ചൊരുങ്ങുന്നതിനേക്കാളും ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. ഞാൻ ആ ഇൻ്റർവ്യൂ നടത്തുന്ന ആ ഒരു ചീഫിന് വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം സംഭവിച്ചത്. ആ സമയമായപ്പോൾ നെറ്റ് കട്ടായി, എൻ്റെ ഹെഡ്ഫോണൊന്നും വർക്കാവുന്നില്ല, ആകെപ്പാടെ ഭയങ്കര ഫുൾ ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ ചീഫ് പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞേക്കാം, ചേച്ചിയോട് ഇതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസം മീറ്റിംഗ് വെക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചേച്ചിയായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് ചീഫ് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അനീതിയെ സെലക്ട് ആക്കിയിട്ടുണ്ട്, ഇനിയിപ്പം ജൂൺ 1 തൊട്ട് അവിടെ നിനക്ക് വരാം, കോൺട്രാക്റ്റ് ഉടനെ തന്നെ ഞങ്ങൾ അയക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കോൺട്രാക്റ്റിന് വേണ്ടി പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. നവംബറായി, ഡിസംബറായി, കോൺട്രാക്റ്റ് ഒന്നും അവർ അയക്കുന്നില്ല. ജനുവരി ആയപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഫെഡറലൊന്നും ഒരു ഇത് തന്നിട്ടില്ല, ഈ ഫെഡറൽ അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല, അവർ റിപ്ലൈ തരുമ്പോൾ ഞങ്ങൾ ഉടനെ കോൺട്രാക്റ്റ് അയക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാലും പ്രതീക്ഷകളൊന്നും കൈവിടാതെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ധ്യാനമൊക്കെ നന്നായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ചൊവ്വാഴ്ച ഞാൻ ധ്യാനം പങ്കെടുത്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ മെയിൽ ചെക്ക് ചെയ്തപ്പം എനിക്കൊരു മെയിൽ വന്നേക്കുന്നത്, എൻ്റെ കോൺട്രാക്റ്റ്. അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെക്കണമെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് വേണം, പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ ഒരു ഡേറ്റിനുള്ളിൽ എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റും കിട്ടി. അങ്ങനെ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് എടുത്തു. മെയ് 12 അങ്ങനെ വിസയ്ക്ക് ഡേറ്റ് എടുത്തു. അങ്ങനെ ബാംഗ്ലൂരായിരുന്നു. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, എനിക്കിത് കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ കൂട്ടുകാർ 2 പേര് ഈ സെയിം കോൺട്രാക്റ്റ് വെച്ചിട്ട് അവർക്ക് റിജക്ഷൻ വന്നു. അപ്പോഴത്തേനും അത് അങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു ടെൻഷനായപ്പോൾ ഞാൻ എൻ്റെ ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിനക്ക് എന്നതാണെങ്കിലും വിസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ വാക്ക് വിശ്വസിച്ച് ഞാനിരുന്നു. അങ്ങനെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുള്ള എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ചായി. ഒത്തിരി പ്രതീക്ഷയോടെ ഞാൻ പാസ്പോർട്ട് ഓപ്പൺ ആക്കിയപ്പം എനിക്ക് വിസ റിജക്ഷൻ ലെറ്റർ ആയിരുന്നു വന്നത്. എനിക്കാദ്യം ഒത്തിരി സങ്കടം വന്നു. പക്ഷെ എന്നാലും ഞാൻ
പ്രാർത്ഥിച്ചു, ഇത് ഇപ്പം എനിക്ക് എൻ്റെ ടൈം അല്ലായിരിക്കും, അതായിരിക്കും എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വിചാരിച്ചു. ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ വീണ്ടും ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ജൂലൈ അവസാനമായപ്പോൾ എനിക്ക് സെപ്റ്റംബർ 26 വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ അതിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം എനിക്ക് നേരിടാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് 26 വിസ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടി. ബാംഗ്ലൂരിലായിരുന്നു ഞാൻ വിസയ്ക്ക് വെച്ചു. ഒക്ടോബർ 21 എൻ്റെ വിസ ഡിസ്പാച്ചായി. 22 ഞാൻ ടിക്കറ്റ് എടുത്തു. ഈ 31 അതായത് നാളെ കഴിഞ്ഞ് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതിനിടയ്ക്ക് ഞാൻ ഒരു മൊഡ്യൂൾ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്തായിരുന്നു, സ്പീക്കിങ്. എനിക്ക് സ്പീക്കിങ് റൈറ്റിങ് ഭയങ്കര പാടായിരുന്നു. ഞാനത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് മടുത്തിരുന്നത്. ഞാൻ കുറേ വട്ടം എക്സാം അറ്റൻഡ് ചെയ്തു. 6 വട്ടം ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്തു. ആ 6 വട്ടം എൻ്റെ മെറിറ്റ് വിശ്വസിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്താണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കതെല്ലാം 2-3 മാർക്കിനായിരുന്നു ഞാൻ ഫെയിലാവുന്നത്. ഇത് വീട്ടുകാർ പറഞ്ഞു, ലാസ്റ്റായിട്ട് നീ ഒന്നുകൂടി എക്സാമിന് ഡേറ്റ് എടുക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് എക്സാമിന് ഡേറ്റ് എടുത്തത് എനിക്ക് കിട്ടിയത് ബാംഗ്ലൂരായിരുന്നു ഡേറ്റ് കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബാംഗ്ലൂർ എടുക്കരുത്, കാരണം അവിടെ കിട്ടത്തില്ല. അവിടെ ഒത്തിരി പേര് പോയി എക്സാം അറ്റൻഡ് ചെയ്തു, അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവിടെ ഒന്ന് എക്സാം എഴുതരുതെന്ന് പറഞ്ഞു, ടീച്ചേഴ്സും പറഞ്ഞു. പക്ഷേ എനിക്കപ്പം ഭയങ്കര ടെൻഷനായി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നീ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, നമ്മൾ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുള്ളതല്ലേ, മനുഷ്യന് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരുമെന്ന്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും, നിനക്ക് എന്നാണേലും കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ഈ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ എനിക്ക് അസാധ്യമാണ്, കർത്താവ് ഈ അസാധ്യമായിട്ടുള്ള കാര്യം നീ എനിക്ക് സാധ്യമാക്കി തരണമേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തൈലം പൂശിയാണ് ഞാൻ എക്സാമിന് കയറിയത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് ആദ്യം തന്നെ എക്സാമിന് വിളിക്കണമെന്ന്. കാരണം എൻ്റെ പേര് റോസ്, 6 ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ മിഡിലായിട്ടോ ഇല്ല ലാസ്റ്റായിട്ടോ ആണ് എന്നെ വിളിക്കുന്നത്. അപ്പം അത്രയും നേരം എനിക്ക് ടെൻഷൻ അടിച്ചിരിക്കാൻ വയ്യ. ഈ 6 പ്രാവശ്യം ഞാൻ നല്ല വൃത്തിയായിട്ട് എക്സാം പഠിച്ച് അറ്റൻഡ് ചെയ്തു. 7ാമത്തെ പ്രാവശ്യം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ആകെ ബൈബിൾ വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വിശ്വാസപ്രമാണവും ചൊല്ലി കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ചു, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ആദ്യം തന്നെ ഇത് കഴിയുവാണെങ്കിൽ അത്രയും ടെൻഷൻ കുറഞ്ഞ് കിട്ടുമല്ലോ എന്നുള്ള രീതി ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആദ്യം തന്നെ എന്നെ വിളിക്കുമായിരുന്നെങ്കിൽ അത് ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. ആദ്യം തന്നെ അവരെന്നെ വിളിച്ചു. അതുമല്ല, എനിക്ക് പാർട്ട്ണറില്ലായിരുന്നു. എൻ്റെ പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അവർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് അവർ ഫുൾ അത് ഹാൻഡിൽ ചെയ്തു. എനിക്ക് ആ എക്സാം മൊത്തം നല്ല വൃത്തിക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു, വിഷസൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ 3ാമത്തെ ദിവസം എക്സാം കഴിഞ്ഞ് 3ാമത്തെ ദിവസം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഞാൻ ആ എക്സാമിന് പാസ്സായി. പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി. 3ാമത്തെ എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത്, ഞാൻ നിയോഗം ഇത് വെച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്ക് ജർമ്മനിക്ക് പോകുമ്പോൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് വേണമായിരുന്നു. അപ്പം എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഡേറ്റ് എടുത്തു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എന്നെയും കൊണ്ട് പറ്റും, എനിക്ക് നല്ല രീതിയിൽ ഇത് ഓടിക്കാൻ പറ്റും, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ ടെസ്റ്റിന് പോയി. പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണമാണെന്ന് തോന്നുന്നു എനിക്കത് കിട്ടിയില്ല. പിന്നെ എനിക്ക് സങ്കടമായിപ്പോയി. പിന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര താമസമാണെന്ന് പറഞ്ഞു, 2 മാസമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഏപ്രിൽ 25-ാം തീയതി ആയിരുന്നു ആദ്യത്തെ ടെസ്റ്റ്. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ് 7-ാം തീയതി എനിക്ക് അടുത്ത ടെസ്റ്റിന് ഡേറ്റ് കിട്ടി. അങ്ങനെ അപ്പം എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പൊക്കെ ഇട്ട് ആ ഗ്രൗണ്ടിലിട്ട് പ്രാർത്ഥിച്ച് ഞാൻ തൈലൊക്കെ പൂശിയാണ് ഞാൻ കാറിൽ കയറിയത്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഉറക്കെ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ആ എക്സാം ഞാൻ
ആ ഒരു ടെസ്റ്റ് ഞാൻ പാസ്സായി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, എനിക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ജപമാല റാലി 2025 ഒക്ടോബർ 25-ാം തീയതിയിലത്തെ റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇതെൻ്റെ അപ്പായാണ്. അപ്പായിക്ക് നടുവിന് ഒരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, ക്യാൻസറായിരുന്നു, അത് സൗഖ്യപ്പെട്ടു. അപ്പം അപ്പായിക്ക് ഒത്തിരി ദൂരമൊന്നും അങ്ങനെ നടക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അപ്പായിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു റാലിക്ക് പങ്കെടുക്കണമെന്ന്. അങ്ങനെ അപ്പായും അമ്മയും ഞാനും അനിയനും ഞങ്ങൾ 4 പേരും ഈ കഴിഞ്ഞ 25-ാം തീയതിയിലത്തെ റാലിയിൽ കൃപാസനം തൊട്ട് അർത്തങ്ക വരെ ഒരു പ്രശ്നവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾ ആ റാലിയിൽ പങ്കെടുത്തു. ഇത്രയും ചെയ്തു തന്ന, ഇത്ര അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും പിന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനും അമ്മയും എല്ലാ വെള്ളിയാഴ്ചയും പൊതിച്ചോറ് കെട്ടി ഇങ്ങനെ പൊതിച്ചോറ് കെട്ടി ഞങ്ങളിങ്ങനെ കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക്. പിന്നെ സഹായം ചോദിക്കുന്നവരെയൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മരിയസദനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, എനിക്ക് ഒരാഴ്ച അവിടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ ഒപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവരുടെ നഖങ്ങളൊക്കെ വെട്ടിക്കൊടുത്ത് അവരൊത്തിരി ഹെൽപ്പ് ചെയ്തു. ഇതായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറയുമ്പം ഞാൻ പത്രം, ഇവിടെ നിന്ന് 3 കെട്ട് പത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റൽസിലും പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. വചനം എഴുതിയായിരുന്നു അത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഡെയിലി ബ്രെഡും ധ്യാനമൊക്കെ ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. എനിക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളും ഇങ്ങനെ പ്രതീക്ഷകളൊക്കെ തകരുന്ന ആ ഒരു സമയം ഒക്കെ വരുമ്പോഴും ഞാൻ അച്ഛൻ്റെ പഴയ ധ്യാനമൊക്കെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ കൂടുതൽ എനിക്ക് ശക്തി പകർന്നു തന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും എല്ലാ സാക്ഷ്യങ്ങളൊക്കെ എനിക്ക് ഓരോ സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴെല്ലാം ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി പ്രതീക്ഷ എനിക്ക് കിട്ടും. ഇത്രയും ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഇത്ര അനുഗ്രഹം ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.